ഇത് പാണ്ഡ്യമ്മ ഏലത്തോട്ടത്തിലെ തൊഴിലാളിയായിരുന്നു. ഭർത്താവ് അയ്യപ്പൻ കുമളിയിലെ സ്വകാര്യ പ്രസ് ജീവനക്കാരനാണ്. വരുമാനം ചെറുതെങ്കിലും സന്തോഷം നിറഞ്ഞതായിരുന്നു ഇവരുടെ ജീവിതം. അതിനിടയിലാണ് തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ പാണ്ഡ്യമ്മയെ മ്ലാവ് ആക്രമിക്കുന്നത്. നടുവിന് ഗുരുതരമായി പരിക്കേറ്റു. ആഴ്ചകളോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ പരസഹായമില്ലാതെ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ജോലിക്ക് പോകാനും കഴിയുന്നില്ല. குனிஞ்சு வேலை செஞ்சுக்கிட்டு இருக்கும்போது விலை வந்து இடுப்பு பக்கம் தட்டிட்டு தட்டி போயிடுச்சு. போனால் ஆஸ்பத்திரி மெடிக்கல் காலேஜ் கொண்டு போனாங்க. பயங்கர வேதனை. இது பக்கம் ஒன்றும் செய்ய முடியல. ഭയങ്കര ബുദ്ധിമുട്ടാണ് இருக்குது. പാണ്ഡ്യമ്മ ആശുപത്രിയിലായിരുന്നപ്പോൾ ധനസഹായം നൽകാമെന്നും വന്യജീവികൾ കാടിറങ്ങുന്നത് തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും വനംവകുപ്പ് അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ നടപടിയായില്ല. നിലവിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പം കൂടുതൽ ഭേദമൊന്നും ആയിട്ടില്ല. അതിൽ നമ്മൾ ആയുർവേദത്തിലേക്ക് തിരുമ്പി ചികിത്സ ചെയ്തായിരുന്നു. അതിൽ പിന്നാണ് ഇപ്പം കുറച്ച് ഭേദമായിട്ട് നിൽക്കുന്നത്. ഇപ്പം നിലവിൽ കണ്ടീഷൻ അനുസരിച്ച് കൂടുതലായിട്ട് പണിയാനും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫോറസ്റ്റിലേക്ക് നമ്മൾ ധനസഹായത്തിനും ബില്ലിലേക്ക് അപേക്ഷ കൊടുത്തായിരുന്നു. ഇതുവരെ അതിൻ്റെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. ചിലവ് 30-40,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം കൊണ്ട് നമുക്ക് ചിലവുണ്ട്. അപ്പോൾ അതും കൊണ്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എസ്റ്റേറ്റിലും ബില്ലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. വൻതുക ചികിത്സയ്ക്കായി ചിലവായതും പാണ്ഡ്യമ്മയ്ക്ക് തോട്ടത്തിൽ പണിക്ക് പോകാൻ കഴിയാത്തതിനാൽ വരുമാനം മുടങ്ങിയതും ഈ കുടുംബത്തിൻ്റെ ഉപജീവനത്തിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. പാണ്ഡ്യമ്മയുടേതുപോലെ നിരവധി ജീവിതങ്ങളാണ് വന്യജീവി ആക്രമണങ്ങളിൽ താറുമാറായിട്ടുള്ളത്. അധികൃതർ ഇനിയെങ്കിലും ഇവരുടെ കണ്ണുനീരിനെ കണ്ടില്ലെന്ന് നടിക്കരുത്. വണ്ടിപ്പെരിയാറിൽ നിന്നും നന്ദുഷ എസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.